NDA പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ തുടങ്ങി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് യോഗം. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ായി ആ യോഗത്തിൽ വെച്ച് NDA ഘടകകക്ഷികൾക്കെല്ലാം പ്രധാനമന്ത്രി പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന BJPയുടെ നേതാവ് കൂടിയാണ് CP രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം, അതോടൊപ്പം തന്നെ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ ബന്ധം, പാർട്ടിയുമായുള്ള ഇഴയെടുപ്പം, ഇതെല്ലാം തന്നെ പ്രധാനമന്ത്രി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എല്ലാ NDA ഘടകകക്ഷികളോടും CP രാധാകൃഷ്ണന് പിന്തുണ തേടുകയും ചെയ്തു പ്രധാനമന്ത്രി. നിലവിൽ ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും പൂർണ്ണ പിന്തുണ ഘടകകക്ഷികൾ എന്ന നിലയിൽ ഈ CP രാധാകൃഷ്ണന് പുതിയ BJPയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് അറിയിച്ചിട്ടുണ്ട്. അതേസമയം YSR കോൺഗ്രസ്, ജഗൻമോഹൻ റെഡ്ഡിയോ YSR കോൺഗ്രസ് കൂടി ഇപ്പോൾ CP രാധാകൃഷ്ണ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ നിലവിൽ NDA കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്ക് വോട്ടുകൾ CP രാധാകൃഷ്ണന് ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കിട്ടും എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ കണക്ക് കൂട്ടുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത്. കാരണം നേരത്തെ സമവായ സ്ഥാനാർത്ഥിയിലേക്ക് പോകാം എന്നൊരു തീരുമാനം NDAക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഒരു മത്സരം തന്നെ വേണമെന്ന വാശിയിലാണ്. എങ്കിൽ പോലും ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു വിജയം CP രാധാകൃഷ്ണൻ ഉണ്ടാകുമെന്ന് NDA ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട്, അല്ലേ ശ്രീകാന്ത്? അത്രത്തോളമുള്ള ഒരു പിന്തുണ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള BJPയുടെ നേതാവാണ് എന്നത് അവിടുത്തെ താഴെത്തട്ടിൽ മുതൽ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവാണ് CP രാധാകൃഷ്ണൻ. കേരളത്തിനും അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം BJPയുടെ പ്രഭാരിയായി കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് CP രാധാകൃഷ്ണൻ. അതിനുശേഷം അദ്ദേഹം മഹാരാഷ്ട്രയിലും മറ്റ് ജാർഖണ്ഡിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹം ഗവർണറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര ഗവർണറായിരിക്കെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും BJPയുടെ NDAയുടെ ഇപ്പോഴത്തെ കക്ഷിനില വച്ച് നോക്കുകയാണെങ്കിൽ CP രാധാകൃഷ്ണൻ അനായാസം വിജയിക്കാവുന്ന സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും NDA BJP ചെയ്തത് ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ച് ഈ ഭരണഘടനാ പദവിയിലേക്ക് മത്സരം ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ പ്രതിപക്ഷം അതിന് തയ്യാറാകുന്നില്ല. ഒന്നുകിൽ തിരുച്ചി ശിവ അല്ലെങ്കിൽ അണ്ണാദുരൈ, അണ്ണാദുരൈ, മുൻ ISRO ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അങ്ങനെ ആരെയെങ്കിലും ഒരാളെ ഇന്ന് ഉച്ചയ്ക്ക് 12:30 ചേരുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ അവർ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ശ്രീകാന്ത്, NDA പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് യോഗം ചേർന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ അംഗങ്ങൾക്ക് പ്രധാനമന്ത്രി പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അദ്ദേഹത്തിന് ലഭിച്ച ഊഷ്മള സ്വീകരണം അത് വലിയ രീതിയിലുള്ള പിന്തുണ ഉറപ്പാക്കുന്നുമുണ്ട്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.